ജർമ്മനിയിൽ ഇരുന്ന് സായിപ്പിന്റെ എച്ചിലും നക്കി കുരയ്ക്കുന്ന ജർമ്മൻ ഷെപ്പേർഡ് ഇതൊന്ന് കേൾക്കണേ. നിങ്ങൾ പാകിസ്ഥാന്റെയും ഡീപ് സ്റ്റേറ്റിന്റെയും ഒക്കെ കാല് നാക്കി നടക്കുമ്പോൾ അങ്ങ് നോർവേയിൽ ഭാരതം നടത്തിയ നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്ക് അത് നീയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ ആവോളം ചെയ്യേ. പക്ഷേ സത്യം അങ്ങനെയൊന്നും പോവില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഓസ്ട്രോയിൽ വെച്ച് പ്രധാനമന്ത്രി മോദിയെ നാണം കെടുത്താൻ വന്ന നോർവീജിയൻ മാധ്യമ പ്രവർത്തകയുടെ വായടപ്പിച്ച ഡിപ്ലോമാറ്റ്സിനെ അവരെക്കുറിച്ച് നീയൊന്നും മിണ്ടില്ല. അവിടെ പകരം മോദി നാവിറങ്ങിപ്പോയി, മോദി കണ്ടം വഴി ഓടി എന്നൊക്കെ പറയാനേ നിന്നെക്കൊണ്ട് സാധിക്കുള്ളൂ. അവിടെ ഒരു ജേർണലിസ്റ്റ് മോദിയെ വിറപ്പിച്ചെന്നും പറഞ്ഞ് ആഘോഷിക്കുന്ന വിഡ്ഢികൾ ബാക്കി കഥ അറിയാൻ ശ്രമിച്ചു പോലും കാണില്ല. ഇന്ത്യയെ പഠിപ്പിക്കാൻ വന്നവളോട് നിനക്ക് പരാതി ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ കോടതിയിലേക്ക് പോകൂ. ലോക ജനസംഖ്യയുടെ 1/6 ഇന്ത്യയിലാണെങ്കിലും ലോകത്തിന്റെ പ്രശ്നങ്ങളുടെ 1/6 പോലും ഇന്ത്യക്കില്ലെന്ന് നെഞ്ചു വിരിച്ച് പറഞ്ഞപ്പോൾ ആ വെള്ളക്കാരിയുടെ ഗർഭം അവിടെ തീർന്നു. നാവിറങ്ങിപ്പോയപ്പോൾ അവൾ അവിടെ അതിൽ കൂടി ഇറങ്ങി ഓടി. മോദിയെ എയറിൽ കയറ്റിയെന്നും പറഞ്ഞ് ലുത്തീനിയ പാടുന്നവർ ഈ ലിസ്റ്റ് ഒന്ന് നോക്കണം. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ UK, ഒമാൻ, ന്യൂസിലൻഡ് പിന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള മദർ ഓഫ് ഓൾ ഡീൽസ് ഉൾപ്പെടെ 9 കരാറുകൾ, UAE ചേർന്ന് ഒപ്പിട്ട കരാറുകൾ, 38 രാജ്യങ്ങളുമായി ഇന്ത്യ വ്യാപാര കരാർ ഒപ്പിട്ടതറിയാതെ നീയൊക്കെ കുരച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ വെറും മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യക്കുണ്ടായ നേട്ടങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നതും നല്ലതാകും. ഒന്നുമില്ലെങ്കിലും സ്വന്തം രാജ്യമായി പോയില്ലേ. സവർക്കർ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഇടത് ലിബറൽ മാപ്രകളെ കുറിച്ചാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അല്ല, ഇവർക്കൊക്കെ ആരോടാ കൂറ്? വിദേശ മണ്ണിൽ പോയി സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന നട്ടലില്ലാത്തവന്മാരെ. ഇത് പുതിയ ഭാരതമാണ്. ഇവിടെ നുണകൾ പടച്ചു വിടുന്നവന്റെ മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറയാൻ ഞങ്ങൾക്കറിയാം. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നീയൊക്കെ പരമാവധി ആഘോഷിച്ചോളൂ. നീയൊക്കെ ഒറ്റിക്കൊടുക്കുന്നത് സ്വന്തം രാജ്യത്തെക്കുറിച്ചാണെന്ന് ഏത് നിമിഷമാണാവോ മനസ്സിലാക്കാൻ പോകുന്നത്.